UDF സർക്കാർ വരുമ്പോൾ ഒന്നും ചോദിച്ചു വാങ്ങാൻ ലീഗ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും വരുന്ന പ്രതികരണം. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല. അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും. മുൻകാലങ്ങളിലൊക്കെ ലീഗിന് നല്ല പരിഗണന മന്ത്രിസഭകൾ ലഭിച്ചിട്ടുണ്ടല്ലോ എന്നും പറയുന്നു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. അതെ, ഇത്തവണ ഞങ്ങളൊരു 27 സീറ്റ് മത്സരിച്ചിട്ടുണ്ട്. അതിലൊരു 10-20 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും. 22 സീറ്റ് കിട്ടും തന്നെയാണ് നമുക്ക് വിചാരിക്കുന്നത്. മന്ത്രിസ്ഥാനത്തേക്ക് അടക്കം കൂടുതൽ കിട്ടാനുള്ള അർഹതയില്ല ഇത്രയും സീറ്റ് കിട്ടുകയാണെങ്കിൽ. കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. ആ നിലയ്ക്ക് തന്നെ UDF ചർച്ച ചെയ്തിട്ട് നല്ലൊരു തീരുമാനത്തിലെത്തും. മന്ത്രിമാരുടെ എണ്ണൊന്നും ഞാൻ പറയുന്നില്ല. മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടത് അത് UDF എപ്പോഴും അനുവദിച്ച് തന്നിട്ടുണ്ട്. തവണ അങ്ങനെ തന്നെ ഉണ്ടാവും. ഡിമാൻഡ് ചെയ്യേണ്ട, കോൺഗ്രസ് അംഗീകരിച്ചു തരും. തീർച്ചയായിട്ടും കോൺഗ്രസ് കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് ആണല്ലോ UDFനെ നിലനിർത്തുന്നതിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ UDF നിലനിർത്തുന്ന കാര്യത്തിലും ഭരണം മെച്ചപ്പെടുന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസിന് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. മുസ്ലിം ലീഗ് അതിനോടൊപ്പം ഉണ്ടാവും എപ്പോഴും.